വീടിൻ്റെ അടുത്താണ് ചന്ത. ചന്തയിൽ പഴമെല്ലാം വില കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു കൊല വാങ്ങിച്ചായിരുന്നു ഇന്നലെ. 100 രൂപയേ ഉള്ളൂ. അപ്പോൾ വിചാരിച്ചൊരു പഴംപൊരിയെല്ലാം ആക്കാമെന്ന്. അങ്ങനെ പഴംപൊരിയും കിഴങ്ങ് പൊരിയും ആക്കുന്നുണ്ട്. ഞങ്ങൾ അടുപ്പിലാണ് ആക്കുന്നത്. കാരണം പിന്നെ അടുപ്പിൽ ആക്കിക്കൊണ്ട് കാണിക്കുന്നൊന്നുമല്ല, ഗ്യാസ് ഇല്ല. ഇപ്പോൾ ഗ്യാസ് കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ പഠിപ്പിക്കണം. ഗ്യാസ് ഉണ്ടാകുമ്പോൾ ഒരു മാസം 2 എണ്ണമെല്ലാം ഇവർ ഉപയോഗിച്ച് തീർക്കുന്നത്. അപ്പോൾ കിഴങ്ങൂരി കരിക്കരുത്. കിഴങ്ങൂരി ആവുന്നുണ്ട് നല്ല അടുപ്പിൽ. ഇപ്പോൾ വറകലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റോക്കാണ്. കാരണം മഴക്കാലം ആകുമ്പോഴത്തേക്ക് വറകല സ്റ്റോക്കാക്കി വെച്ചു. ഞാനല്ല, എൻ്റെ ഇളയമയാണ് വറകൊക്കെ സ്റ്റോക്കാക്കി വെച്ച്. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് അടുപ്പിലാണ് ഇതൊക്കെ പാകം ചെയ്യുന്നത് നല്ലത്. അപ്പം ഗ്യാസ് ഇല്ലെങ്കിലും ഇങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ഗ്യാസിലേ എല്ലാം ചെയ്തു വിടുന്നില്ലത് നമ്മൾ ആ ഒരു ചിന്താഗതി മാറ്റണം. അപ്പോൾ നമ്മൾ ഇന്നൊരു പഴംപൊരി കിഴങ്ങൂടി കഴിക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പിന്നീട് കഴിക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ, ആർക്കെങ്കിലും പഴമൊക്കെ വേണമെങ്കിൽ വിഷുവിന് നല്ല പഴംപൊരിയെല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ കൊവ്വല് ചന്തയുടെ അടുത്ത് പിന്നെ ചന്തയുണ്ട്. മുൻപേ ഉള്ള ചന്ത. ഇന്നും റോഡൊക്കെ വികസിച്ചാലും ആ ചന്തര ഒരു ഭാഗത്ത് കിട്ടിയൊരു സ്ഥലത്ത് അവർ പഴക്കച്ചവടവും പച്ചക്കറി വിൽക്കുന്നൊരു വിലക്കുറവിൽ പച്ചക്കറിയെല്ലാം കിട്ടും കേട്ടോ. ഒരേട്ടനേ ഇല്ലു ഇപ്പം. അപ്പം വിഷുവിന് എല്ലാവർക്കും നല്ല കണി വെക്കണ്ടേ, വെള്ളരി അങ്ങനെയെല്ലാം ഇല്ലതെല്ലാം വേണമെങ്കിൽ പഴമെല്ലാം ഒരു കൊല പഴമെല്ലാം വാങ്ങിക്കാം. ചെറിയ വിലയുള്ളൂ. എല്ലാവർക്കും വന്ന് വാങ്ങിക്കാം വിഷുവിന്. അപ്പോഴൊക്കെ